എത്ര മനോഹരമാണ് ഈ ട്രെയിനിൻ്റെ ചൂളംവിളി ശബ്ദം കേൾക്കാൻ. ചൂളംവിളി മാത്രമല്ല, ട്രെയിൻ ഓടുമ്പോൾ ഉള്ള ആ താളാത്മകമായ ഒരു ശബ്ദവും പിന്നെ ട്രെയിനിനുള്ളിൽ യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സുഖവും മറ്റൊരു വാഹനത്തിലും യാത്ര ചെയ്താൽ കിട്ടില്ല. ഈ യാത്ര ഇഷ്ടപ്പെടാത്ത ലോകത്ത് ആരെങ്കിലും ഉണ്ടോ എന്ന് തന്നെ എനിക്കറിയില്ല. ഈ ട്രെയിൻ യാത്ര സുഖകരമാക്കാൻ റെയിൽവേയുടെ ബേസിക് നിയമങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഈ വീഡിയോ അതിനെക്കുറിച്ചുള്ളതാണ്. ട്രെയിനിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാർ അറിഞ്ഞിരിക്കേണ്ട ചില നിയമങ്ങളെക്കുറിച്ചാണ് വീഡിയോ. അപ്പോൾ എല്ലാ സുഹൃത്തുക്കൾക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ എടുത്തിരിക്കുന്ന ടിക്കറ്റ് യാത്ര പുറപ്പെടുന്നതിന് തൊട്ട് മുമ്പ് വരെ വെയിറ്റിംഗ് ലിസ്റ്റായിട്ട് തന്നെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ സ്റ്റേഷനിൽ വന്ന് ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി സമയം കളയണ്ട. നിങ്ങൾക്ക് PRS കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് മാറ്റിയെടുക്കാവുന്നതാണ്. പാസഞ്ചർ റിസർവേഷൻ സിസ്റ്റം എന്നാണ് PRSൻ്റെ ഫുൾ ഫോം. അവിടെ നിന്ന് നിങ്ങൾക്ക് ആ ടിക്കറ്റ് മാറിക്കിട്ടും. പക്ഷേ നിങ്ങൾ എടുത്തിരിക്കുന്നത് ഓൺലൈൻ ടിക്കറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റില്ല. ഓൺലൈൻ ടിക്കറ്റിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ക്യാഷ് പേ ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് വഴിയായിരിക്കും. ചാർട്ട് പ്രിപ്പയർഡ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ വെയിറ്റിംഗ് ലിസ്റ്റ് തന്നെ തുടരുകയാണെങ്കിൽ ആ ടിക്കറ്റ് ക്യാൻസൽ ആവുകയും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പൈസ റീഫണ്ട് ചെയ്യുകയാണ് പതിവ്. അപ്പോൾ നിങ്ങളുടെ ടിക്കറ്റിന് ഓൺലൈൻ ടിക്കറ്റ് ആണെങ്കിൽ അതിന് യാതൊരു വാല്യൂവുമില്ല. അത് വെച്ച് നിങ്ങൾ ട്രെയിനിൽ കയറാൻ ശ്രമിക്കരുത്. അടുത്ത മറ്റൊരു കാര്യം, നിങ്ങൾ കയറാൻ ഉദ്ദേശിച്ച സ്റ്റേഷനിൽ നിന്ന് നിങ്ങൾക്ക് കയറാൻ പറ്റാതിരിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ വന്നപ്പോൾ ലേറ്റായി നിങ്ങൾ ജനറൽ കമ്പാർട്ട്മെൻറ്റിലെങ്ങാനും ചെന്ന് കയറിയിട്ട് നിങ്ങളുടെ ബെർത്ത് കുറച്ചും കൂടെ ദൂരോട്ടുള്ള ഒരു കോച്ചിലാണ്, നിങ്ങൾക്ക് അവിടെ എത്താൻ ലേറ്റ് ആവുകയോ ചെയ്ത് നിങ്ങൾ പാനിക്കാവേണ്ട. നിങ്ങൾ കയറിയ സ്റ്റേഷൻ കഴിഞ്ഞ് അടുത്ത 2 സ്റ്റേഷൻ വരെ നിങ്ങളുടെ ബെർത്ത് ഒരാൾക്കും കൈമാറാൻ TTക്ക് അധികാരമില്ല. അതുകൊണ്ട് തന്നെ അടുത്ത 2 സ്റ്റേഷനിൽ എത്തുന്നതിന് മുമ്പ് നിങ്ങൾ ബെർത്തിലെത്തിയാൽ മതിയാകും, നിങ്ങൾ TTയെ കണ്ടാൽ മതിയാകും. പക്ഷേ ചില ആൾക്കാർ, കൂട്ടുകാർ ഇപ്പുറത്തെ കോച്ചിലാണ്, ഈ അദ്ദേഹത്തിൻ്റെ കോച്ച് ചിലപ്പോൾ 3-4 കോച്ചിന് അപ്പുറമായിരിക്കും. എന്നാൽ കുറച്ച് നേരം കൂട്ടുകാരോടൊപ്പം സ്പെൻഡ് ചെയ്യാം അല്ലെങ്കിൽ വീട്ടുകാരോടൊപ്പം സ്പെൻഡ് ചെയ്യാമെന്ന് എഴുതി ഈ കോച്ചിൽ തുടരുകയും ഈ 2-3 സ്റ്റേഷൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അവിടെ ചെന്ന് TTയെ കണ്ടാൽ ഒരു പക്ഷേ TT അത് അടുത്ത RACക്കാരന് അത് ഇഷ്യൂ ചെയ്തിട്ടുണ്ടാകും. കാരണം അവർ നോട്ട് ജോയിനിങ് എന്ന് എഴുതി വെക്കും. അങ്ങനെ എഴുതി വെച്ചിട്ടാൽ അവർക്ക് അടുത്ത RAC ആർക്കാണോ പ്രയോറിറ്റി അവർക്ക് ആ ബെർത്ത് ഇഷ്യൂ ചെയ്യാൻ അവർക്ക് അധികാരമുണ്ട്. പിന്നെ പോയി വഴക്കുണ്ടാക്കിയിട്ട് കാര്യമില്ല. പിന്നെ നമ്മൾ നേരിടുന്ന ഒരു പ്രധാന വിഷയമാണ് ഈ സീറ്റ് തർക്കം. അതായത് നമ്മുടെ സീറ്റ് എപ്പോൾ ബെർത്താവും, ബെർത്ത് എപ്പോൾ സീറ്റാവും. പ്രത്യേകിച്ച് ഈ സൈഡ് അപ്പർ ബെർത്തുള്ളവർക്ക് അവിടെ ആയിരിക്കും മിക്കവാറും അടി നടക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സൈഡ് ലോവർ ബെർത്തുള്ളവൻ പറയും ഇത് മുഴുവൻ സീറ്റും എൻ്റെതാണ്, നിങ്ങളുടെ സീറ്റ് മുകളിലാണ്, നിങ്ങൾ വേണമെങ്കിൽ മുകളിൽ പോയിരുന്നോളൂ എന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കുന്നത് ഒരു പതിവാണ്. അത് മിക്കവാറും റെയിൽവേ നിയമത്തെക്കുറിച്ച് ഒരു ചുക്കും അറിയാത്ത ആൾക്കാരാണ് ഈ വഴക്കുണ്ടാക്കാൻ പോകുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ അത് എന്താണ്, എപ്പോഴാണ് സീറ്റ് ബെർത്താവുന്നതെന്നും ബെർത്ത് എപ്പോഴാണ് സീറ്റാവുന്നതെന്നും കൃത്യമായൊരു നിയമമുണ്ട്. ഇന്ത്യൻ റെയിൽവേ കൊമേഴ്സ്യൽ മാനുവൽ വോളിയം 1 652 പാരഗ്രാഫിൽ അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. രാത്രി 10 മണി മുതൽ രാവിലെ 6 മണി വരെ മാത്രമേ അത് ബെർത്താവുന്നുള്ളൂ. ബാക്കിയുള്ള സമയം മുഴുവൻ അത് സീറ്റായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇതാണ് നിയമം. ഈ നിയമത്തിന് മുകളിൽ ഒരു മാനുഷിക പരിഗണന നമുക്കുണ്ട്. ഒരു മനുഷ്യൻ എന്ന നിലയിലൊരു പരിഗണന നമുക്ക് കൊടുക്കേണ്ടി വരുന്ന ചില കേസുകളുണ്ടാവും. ചിലപ്പോൾ ഒരു പക്ഷേ ശാരീരിക അസ്വസ്ഥതയുള്ളവരോ അല്ലെങ്കിൽ കൊച്ചു കുട്ടികളോട്ട് വരുന്നവർക്കൊക്കെയോ ചിലപ്പോൾ ഒന്ന് കിടക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അപ്പോൾ അവരുടെ മുമ്പിൽ നമ്മൾ ഈ നിയമം പറഞ്ഞുകൊണ്ട് നിൽക്കരുത്. നമ്മളൊരു മാനുഷിക പരിഗണന കാണിച്ച് ഒന്നുകിലൊന്ന് മാറിക്കൊടുക്കുക, അവരെ കിടക്കാൻ അനുവദിക്കുക. തർക്കിക്കാൻ വരുന്നവരടുത്ത് മാത്രം നമുക്ക് ഈ നിയമം പറയാവുന്നതാണ്. ഇനി രാത്രി യാത്ര ചെയ്യുന്ന യാത്രക്കാർ ശ്രദ്ധിക്കേണ്ട മറ്റു ചില കാര്യങ്ങളുണ്ട്. നമുക്ക് ഹെഡ്ഫോൺ ഉപയോഗിച്ച് മാത്രമേ രാത്രി മൊബൈൽ കേൾക്കാൻ പാടുള്ളൂ. മറ്റുള്ള യാത്രക്കാർക്ക് അവരുടെ ഉറക്കത്തിന് അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒന്നും നമ്മുടെ ഭാഗത്തുനിന്ന് പാടില്ല. ലൈറ്റ് പോലും പാടില്ല. അതിനകത്ത് രാത്രി ലൈറ്റ് ഇടുന്ന ഒരു സംഭവമുണ്ട്, അത് മാത്രമേ പാടുള്ളൂ. അല്ലാതെ ശബ്ദം ഉണ്ടാക്കാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മൾ ചിലപ്പോൾ ഗ്രൂപ്പായിട്ടായിരിക്കും വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ നല്ല രസങ്ങളും കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ എന്താ പറയുക മുമ്പോട്ട് പോകുമായിരിക്കും. രാത്രി 10 മണി കഴിഞ്ഞ് 11 മണിയൊക്കെ ആയിരിക്കും. നമ്മൾ ഈ ടൈമൊന്നും അറിയുന്നില്ല. പക്ഷേ അത് പാടില്ല. അത് പരാതിപ്പെട്ടാൽ നിങ്ങൾക്ക് എതിരെ കേസെടുക്കാൻ വകുപ്പുള്ള സംഭവമാണ്. അതുകൊണ്ട്
രാത്രി സംസാരം വളരെ ശബ്ദം താഴ്ത്തി, അതും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം ശബ്ദം താഴ്ത്തി സംസാരിക്കുക. മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ ഹെഡ്ഫോൺ ഉപയോഗിക്കുക. ലൈറ്റുകൾ അനാവശ്യമായി ഓണാക്കി ഇടാതിരിക്കുക. അതുപോലെ തന്നെ ടിടിക്കും ഉണ്ട് ഈ ഒരു നിയന്ത്രണം. രാത്രി 10 മണി കഴിഞ്ഞാൽ ടിക്കറ്റ് പരിശോധന പാടില്ലെന്നാണ് നിയമം. കാരണം ഉറങ്ങിക്കിടക്കുന്ന ഒരാളെ വിളിച്ചുണർത്തി നിങ്ങൾ ടിക്കറ്റ് എവിടെ എന്ന് ചോദിക്കാൻ പാടില്ല എന്നാണ് റെയിൽവേ നിയമം. എന്നാൽ രാത്രി 10 മണി കഴിഞ്ഞാണ് ഒരു പാസഞ്ചർ ബർത്തിലേക്ക് വരുന്നതെങ്കിൽ അയാളുടെ ടിക്കറ്റ് പരിശോധിക്കാൻ ടിടിക്ക് അധികാരമുണ്ട്. അതിന് ടിടിക്ക് എല്ലാവരെയും വിളിച്ചുണർത്തേണ്ട കാര്യമൊന്നുമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ലിസ്റ്റുണ്ട്. ഈ റെയിൽവേ സ്റ്റേഷനിൽ കയറിയ വ്യക്തി ഏത് ബർത്തിലേക്കാണ് പോയേക്കുന്നതെന്ന് അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ അദ്ദേഹത്തെ മാത്രം വിളിച്ചുണർത്തി അദ്ദേഹത്തിൻ്റെ ടിക്കറ്റ് പരിശോധിക്കാം. അതിന് കുഴപ്പമില്ല. ഇനി അടുത്ത കാര്യം, ട്രെയിനിലെ അപായച്ചങ്ങല ആർക്കൊക്കെ പിടിച്ചു നിർത്താൻ അവകാശമുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മൾ യാത്ര ചെയ്യുന്ന ഓരോ പാസഞ്ചറിനും അതിനുള്ള അവകാശമുണ്ട്. പക്ഷേ അതിന് കൃത്യമായ മാനദണ്ഡം റെയിൽവേ വെച്ചിട്ടുണ്ട്. അത് ലംഘിച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ശിക്ഷാർഹരായിരിക്കുകയും ചെയ്യും. അപ്പോൾ എന്തൊക്കെയാണ് ആ മാനദണ്ഡങ്ങൾ നമുക്ക് നോക്കാം. അതിലൊന്ന്, നിങ്ങളുടെ കൂടെ യാത്ര ചെയ്യാൻ വരുന്ന ആൾക്കാർ ട്രെയിനിലേക്ക് കയറാൻ ശ്രമിക്കുമ്പോൾ അതിൽ ശാരീരിക അസ്വസ്ഥതകളുള്ളവരോ കുട്ടികളോ അല്ലെങ്കിൽ കുട്ടികളെ കൊണ്ടുവന്നിരിക്കുന്ന അമ്മമാരോ ഒക്കെ കയറാൻ ബുദ്ധിമുട്ടുണ്ടാവുകയും ട്രെയിൻ മുന്നോട്ടെടുക്കുകയും ചെയ്തെങ്കിൽ നിങ്ങളുടെ കൂടെ യാത്ര ചെയ്ത ആൾക്കാർ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുകയാണ്, നിങ്ങൾ ട്രെയിനിൽ കയറുകയും ചെയ്തു, നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചങ്ങല വലിക്കാം. അതിന് നിങ്ങൾക്ക് അവകാശമുണ്ട്. നിങ്ങളെ ആരും ശിക്ഷിക്കില്ല. ഇനി മറ്റൊരു സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ യാത്ര ചെയ്യുന്ന കമ്പാർട്ട്മെൻറ്റിൽ നിന്ന് ആരെങ്കിലും തെറിച്ച് പുറത്തേക്ക് വീഴുകയോ അല്ലെങ്കിൽ വിലപ്പെട്ട എന്തെങ്കിലും സാധനങ്ങൾ പുറത്തേക്ക് തെറിച്ച് വീഴുകയോ ചെയ്താൽ നമുക്ക് തീർച്ചയായിട്ടും ചങ്ങല പിടിച്ച് വലിക്കാം. നമ്മളെ ശിക്ഷിക്കില്ല. അത് തീർച്ചയായിട്ടും നമുക്ക് അതിനുള്ള അവകാശമുണ്ട്. പിന്നെ അല്ലാതെ ചിലപ്പോൾ ഒരു വാശിയുടെ പുറത്ത് അല്ലെങ്കിൽ ബെറ്റൊക്കെ കെട്ടി ഒന്നും അല്ലെങ്കിൽ നമ്മൾ കിടന്ന് ഉറങ്ങിപ്പോയി പെട്ടെന്ന് നമ്മുടെ ശേഷം കഴിഞ്ഞു അങ്ങനെ ഒരു ചങ്ങലയൊക്കെ വലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടും. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുക തന്നെ വേണം. അതുപോലെ തന്നെ നമുക്ക് ഈ ഇതിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ലഗേജുകളുടെ ഒരു കാര്യമാണ്. എത്ര കിലോ വരെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും? നമുക്ക് AC കമ്പാർട്ട്മെൻ്റ് ആണെങ്കിൽ 70 കിലോ, സ്ലീപ്പർ ആണെങ്കിൽ 40 കിലോ, സെക്കൻഡ് ക്ലാസ് ആണെങ്കിൽ 35 കിലോ. ഇതാണ് റെയിൽവേ റൂള്. പക്ഷേ നമുക്ക് വേണമെങ്കിൽ AC-യിൽ 150 കിലോയും സ്ലീപ്പറിൽ 80 കിലോയും സെക്കൻഡ് ക്ലാസ്സിൽ 70 കിലോയും അധികമായി ചാർജ് അടച്ചാൽ നമുക്ക് കൊണ്ടുപോകാൻ അനുവാദമുണ്ട്. ഇനി ഏറ്റവും അവസാനമായി പറയാനുള്ളത്, നിങ്ങൾ ട്രെയിൻ ഇറങ്ങിയതിന് ശേഷം നിങ്ങളുടെ ഏതെങ്കിലും ലഗേജ് ട്രെയിനിനുള്ളിലായിപ്പോയി നിങ്ങൾ മറന്നുപോയി, നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട. നിങ്ങൾ ആ സ്റ്റേഷൻ മാസ്റ്റർ റിപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഏത് കോച്ചിലാണ് വന്നത്, ഏത് സീറ്റ് നമ്പർ ആയിരുന്നു എന്ന് പറഞ്ഞു കൊടുത്താൽ തൊട്ടടുത്ത സ്റ്റേഷനിൽ ആ സാധനം കളക്ട് ചെയ്ത് റെയിൽവേ സൂക്ഷിക്കുന്നതായിരിക്കും. നിങ്ങൾക്കത് പിന്നീട് പോയി വാങ്ങുകയും ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് റെയിൽവേയുടെ പ്രാഥമികമായി അറിയേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണം. അപ്പം എല്ലാ സുഹൃത്തുക്കൾക്കും ശുഭയാത്ര.